സിനിമാ സംഗീതത്തിൽ രാഗങ്ങളുടെ പ്രസക്തി. തീർച്ചയായും നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൽ രാഗങ്ങളുടെ പ്രസക്തി ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാള ചലച്ചിത്രത്തിൽ രാഗങ്ങൾ യൂസ് ചെയ്ത ആൾ ദേവരാം മാഷാണ്. 93 രാഗങ്ങളാണ് അദ്ദേഹം യൂസ് ചെയ്തത്. 93 എന്ന് പറഞ്ഞാൽ അതിൽ ഹിന്ദുസ്ഥാനിയും കർണാടകവും ചേർത്തി ഏകദേശം ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് പ്രകാരം 93 രാഗങ്ങളാണ് അദ്ദേഹം സിനിമ രംഗത്ത് യൂസ് ചെയ്തത്. അതേമാതിരി ഇപ്പോൾ സ്വാമിയെ എടുത്താലും അർജുനൻ മാഷ എടുത്താലും നമ്മുടെ മറ്റേ ബാബുരാജ് പിന്നെ ഹിന്ദുസ്ഥാനിയിലേക്ക് പോയി. എനിക്ക് ഹിന്ദുസ്ഥാനിനെ പറ്റി വലിയ പിടിയില്ല, പക്ഷെ എന്നാലും അദ്ദേഹം എടുത്തത് കംപ്ലീറ്റ് ഹിന്ദുസ്ഥാനി ബേസ്ഡ് മറ്റേ ദേശ് അതെ ഒരു പുഷ്പം അതൊന്ന് അത് ജസ്റ്റ് ഒന്ന് ബാബുരാജിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നൃത്തം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നൃത്തം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നൃത്തം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ബാബുരാജിനെ പറ്റി പറയുന്ന അവസരത്തിൽ ഇത് അപ്പോൾ ആ ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ് ബാബുരാജ് ജാസ്തി യൂസ് ചെയ്തത്. അതൊക്കെ അങ്ങേരുടെ പാട്ടൊക്കെ ഹിറ്റായിരുന്നു. അതേമാതിരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാം തലമുറയിൽ ചടുലവും വേഗത്തിലുള്ളൊരു ഒരു ഒരു ഗാന സന്ദർഭങ്ങളായിരുന്നു ജാസ്തി. ഒരു ക്ലബ് ഡാൻസോ ഒരു ഒരു അത്തരത്തിലുള്ള ഒരു 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 പ്രഹർഷ പ്രേമഗാനങ്ങൾ, അതായത് നല്ല ഫാസ്റ്റ്, അതിലങ്ങനെ രാഗ ഛായ യുടെ ആവശ്യമില്ല. അവിടെ ശ്യാം സാറും കെ.ജെ. ജോയൊന്നും അധികം മറ്റേ അങ്ങനെ രാഗങ്ങളായിട്ട് അങ്ങനെ പോയില്ല. അവർ ആ സന്ദർഭത്തിനനുസരിച്ച് ചെയ്തു. പിന്നെ ഇപ്പം ഗോസ്റ്റ് ഇപ്പം അതായത് ഇപ്പോൾ ഒരു അത്തരം ഇതിൽ വെസ്റ്റേൺ കോഡ്സ് അനുസരിച്ചും എത്രയോ ഗാനങ്ങൾ ശ്യാം സാറും ഈ കെ.ജെ. ജോയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. വെസ്റ്റേൺ കോഡ്സിൽ മതി അവരുടെ പാട്ടിന്, ഒരു രാഗത്തോട് ബന്ധപ്പെടുത്തി അവരുടെ പാട്ടിന് പല പാട്ടുകളും അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും സിറ്റുവേഷൻ അത് സൂട്ടബിളായിട്ട് അമഞ്ഞൊരു ചരിത്രമാണ്. അതുകൊണ്ട് രാഗങ്ങൾക്ക് നല്ല പ്രസക്തിയുണ്ട്. പിന്നെ പാശ്ചാത്യ സംഗീതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നന്നായി ഓർക്കസ്ട്രേഷൻ ചെയ്താലേ നമുക്ക് ഇന്ന് ഒരു പാട്ടിനെ നമുക്ക് നല്ല വേർഡ്സ് ഉണ്ടാവണം, നല്ല ട്യൂൺ ഉണ്ടാവണം, നല്ല ഓർക്കസ്ട്രേഷനായിരിക്കും. ഓർക്കസ്ട്രേഷന് 50% പങ്കാണ്. നിങ്ങൾ നന്നായിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആ ഒരു രീതികളും നമ്മൾ പഠിക്കണം. പാട്ട് ട്യൂൺ ചെയ്യാൻ മറ്റേ രാഗങ്ങൾ മതി, പക്ഷേ എല്ലാവർക്കും രാഗങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സംഗീത സംവിധായകനാകാൻ പറ്റില്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇതാ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതീ നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ഒരു മോഹനത്തിൻ്റെ ഒരു 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 പരിച്ഛേദം, ഒരു റൂട്ടിലുള്ളൊരു പാട്ടാണ്. മോഹനത്തിലെ 32 പാട്ടുകളാണ് ഒരേ അച്ചിൽ വാർത്തെടുക്കാതെ ആ രാഗം ഉപയോഗിച്ച് ദേവരാം മാഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സിന്ധു ഭൈരവി, കല്യാണി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അതേപോലെ നമ്മുടെ സിന്ധു ഭൈരവി, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളമക്കൂട്ടണിഞ്ഞു കൊണ്ടുവക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ എൻ്റെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ.
ഇളവന്നു മഠത്തിലെ ഇണക്കുയിലേ. അപ്പോൾ രാഗങ്ങൾ ഇത് സിന്ധുഭൈരവി രാഗമാണ്. ആർക്കും അറിയില്ല, സിന്ധുഭൈരവി രാഗത്തിൻ്റെ ലളിത ഭാഗമാണ്. അതേപോലെയാണ് എന്ന സത്തം ഇന്ത നേരം ഒളിയാകെ, എന്ന സത്തം ഇന്ത നേരം ഒളിയാകെ, കിളികൾ മുത്തം തരുതാ அதனால் சத்தம் வருதா அடடா, என்ன சத்தம் இந்த நேரம் உயிரின் ஒளியாக പ്രാണസഖി, അതും സിന്ധുഭൈരവിയാണ്. അപ്പോൾ നമ്മുടെ കേൾക്കുന്ന പല പല ഹിറ്റ് ഗാനങ്ങളും രാഗ ബേസ്ഡാണ്. പിന്നെ എല്ലാ പൊതുജനങ്ങൾക്കും അത് അറിയണമെന്നില്ല, അവർ രാഗം അറിഞ്ഞിട്ടല്ല എൻജോയ് ചെയ്യുന്നത്. പല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരു പ്രേതപ്പാട്ടുകൾ, ഒരു കഥാപാത്രം പ്രേതമായിരിക്കും. അപ്പം പ്രേതം പാടുന്ന രീതിയിലുള്ളൊരു പാട്ട് എന്ന് വെച്ചാൽ അതിന് ആ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ആ അംശം അതിൻ്റെ അകത്ത് വേണം. അതൊരു സന്തോഷകരമായി നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റില്ല.